ഒരു കംബാക്ക് തെരഞ്ഞു നടന്നിരുന്ന സൂര്യയ്ക്ക് ഒരു കംബാക്ക് കൊടുത്ത മൂവിയാണ് ആർ.ജെ. ബാലാജി ഡയറക്റ്റ് ചെയ്ത കറുപ്പ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഹിറ്റായി നല്ല രീതിയിൽ കളക്ഷൻ വന്ന മൂവിയാണ് കറുപ്പ്. ഒരു ഡെവോഷണൽ മാസ് ആക്ഷൻ ഫിലിം ആ ഒരു ജോണറിൽ വന്ന മൂവിയാണ്. അപ്പോൾ ആ ഒരു ജോണറിൽ വന്ന മൂവിനെ ആ ഒരു ജോണറിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോയി. ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ്. സോ ലെറ്റ്സ് റിവ്യൂ കറുപ്പ്. എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു കാര്യം ഉറപ്പായി. ഏകദേശം 2 ടൈപ്പ് ആൾക്കാരായിരിക്കും ഈ പടത്തിന് ഉണ്ടായിട്ടുണ്ടാവുക. ഈ പടം കണ്ടു കഴിഞ്ഞ ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ടാവുക. വർക്കായവരും വർക്കാവാത്തവരും. അപ്പോൾ അതിനെ ഏത് രീതിയിൽ ഈ പടത്തിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഭീകരമായ സ്റ്റോറിയോ ലോജിക്കോ ഒക്കെ തപ്പിപ്പോയി കഴിഞ്ഞാൽ ഈ പടത്തിലൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതൊരു ദൈവപ്പടമാണ്, അതായത് ഭക്തിപ്പടമാണ്. ഭക്തിപ്പടങ്ങളിൽ പൊതുവേ നമ്മൾ ലോജിക്ക് തപ്പാൻ പാടില്ല. അങ്ങനത്തെ ഒരു പടം. ഇതായതൊരു സൂര്യനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് ഒരു മാസ് ആക്ഷൻ ആണെങ്കിലും ഒരു മാസ് ആണെങ്കിലും മൊത്തത്തിൽ ആളങ്ങ് സ്ക്രീനിൽ വരുമ്പോൾ അങ്ങ് കത്തിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മ്യൂസിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സായ ബിങ്ങർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ BGM ആണെങ്കിലും എല്ലാം ഒരു എലവേഷൻ കൊടുക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു ഫൈറ്റൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ എലവേഷൻ കൊടുക്കുന്ന രീതിയിൽ അത് പുൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എനിക്ക് ലൈക്ക് വില്ലനായിട്ട് വരുന്ന ഡയറക്ടറായിട്ടുള്ള ആർ.ജെ. ബാലാജിനെയാണ്. അതെനിക്ക് കൈൻഡ് ഓഫ് ഒരു മിസ്കാസ്റ്റ് പോലെ തോന്നി. ഒന്നുമില്ല, ആൾക്കൊരു ലിമിറ്റേഷൻ ആക്ടിങ്ങിലുള്ള പോലെ. എനിക്കെന്തോ ലൈക്ക് നമ്മുടെ മറ്റേ S.J. സൂര്യ ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിരുന്നു. കാരണം ആ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പല സീനുകളിലും ആ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിലീവബിലിറ്റി അതൊക്കെ കുറച്ചുകൂടി ഒരു S.J. സൂര്യ ലെവൽ ഫീൽ ചെയ്തു. പിന്നെ ബാക്കി ഇന്ദ്രൻസ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിന് അത്യാവശ്യം അനകാരവി ഈ 2 പേർക്കും അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. ഇപ്പോൾ ഇന്ദ്രൻസിൻ്റെ ആക്ടിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂര്യ അറിയാലോ, ദൈവമാണ് ഈ പടത്തിൽ. ഇപ്പോൾ ദൈവമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ദൈവമാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് തന്നെ വന്നുള്ളൂ. അപ്പോൾ അവസാനം ട്വിസ്റ്റായിട്ട് കാണിക്കുന്നതല്ല, ഫസ്റ്റ് തന്നെ ദൈവമായിട്ട് തന്നെയാണ് സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ആക്ച്വലി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ പടം. കോൺഫ്ലിക്റ്റ് അല്ല, ഒരു കൈൻഡ് ഓഫ് ഫസ്റ്റ് ഹാഫിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ബെറ്റ് ബേസ് ചെയ്തിട്ട് ഇവർ പോകുന്നൊക്കെയാണ് കഥ. കഥ കാര്യമായിട്ടൊന്നുമില്ല, ഭീകരമായ കഥയൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ട, ഒരു ലോജിക്കും തപ്പും വേണ്ട, ഇതൊന്നും ഈ പടത്തിലില്ല. പക്ഷേ അതില്ലെങ്കിൽ പോലും ഈ 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്, നമ്മളെവിടെയും ലാഗ് അടിപ്പിക്കുന്നില്ല പടം. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഒരു എൻജോയ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റിയൊരു മൂവി. കാരണം വില്ലന്മാരൊന്നും സ്ട്രോങ് അല്ല, വില്ലന്മാരൊക്കെ വീക്ക്. ഇപ്പം ദൈവത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം അങ്ങനെ കാര്യമായിട്ട് വില്ലന്മാർ ജയിക്കുമോ അങ്ങനത്തെ ടെൻഷനൊന്നും പടം കാണുമ്പോൾ ഇല്ല. ചുമ്മാ ഒരു മാസ് ആക്ഷൻ ഇങ്ങനെ വെറുതെ ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. ഇപ്പം അങ്ങനത്തെ ഒരു മൂവി എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോയത്. അങ്ങനത്തെ ഒരു മൂവി തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കാര്യമായിട്ട് നെഗറ്റീവ് ഒന്നും ഈ പടത്തെ പറ്റി പറയാനില്ല. പറയാനുണ്ടോ വെച്ചാൽ നെഗറ്റീവ് പറയാനുണ്ട്. ഇപ്പോൾ തപ്പി പിടിക്കാനാണെങ്കിൽ നെഗറ്റീവ് ഇഷ്ടം പോലെ പറയാനുണ്ട്. പക്ഷേ അതൊന്നും എക്സ്പെക്ട് ചെയ്തല്ല ഈ പടത്തിന് പോയത്. ഇപ്പം ജോണർ, ഇപ്പം ഏതൊരു പടമാണെങ്കിലും നമ്മളൊരു ജോണർ തപ്പിയിട്ടാണല്ലോ പോവുക. ഈ ഒരു ജോണറിൽ ഒരിക്കലും ലോജിക്കോ സ്റ്റോറിയോ തപ്പാൻ പാടില്ല. അങ്ങനെ തപ്പി പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണെന്നാണ് എൻ്റെ വാദം. സോ അതുകൊണ്ട് തന്നെ അത് തപ്പാതെ പോയി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് വന്നൊരു മൂവിയാണ്. ഇപ്പോൾ മൂവി ഇപ്പം അങ്ങനെ എൻജോയ് ഇൻ ദ സെൻസ് സ്ക്രീനിൽ കാണുന്നതൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട്. സോ ഫോർ മീ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. എനിക്ക് അത്യാവശ്യം ഗുഡായിട്ടാണ് തോന്നിയത്. കാരണം ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം എലവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പടം പോയിട്ടുള്ളത്. സോ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. അഗൈൻ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് കാണാൻ നോക്കുക. ഗോ ഫോർ ഇറ്റ്.